സ്പീച്ചിന്റെ മൂന്നാമത്തെ പാർട്ട്. Explain the content or topic well. നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക് അല്ലെങ്കിൽ നമുക്ക് പറയേണ്ട കണ്ടന്റ് എന്ത് ചെയ്യുക, വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്കിനനുസരിച്ച്, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് തന്നിരിക്കുന്ന വിഷയത്തെ കുറിച്ച് ആധികാരികമായി അറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എഴുതുക. മനസ്സിലായോ? അപ്പോ ഇവിടെ നിങ്ങൾ പറയേണ്ടത്, ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ചോദ്യത്തിൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്? നീഡ് ഫോർ ഹാവിംഗ് സെൽഫ് കോൺഫിഡൻസ് അല്ലെ? എന്തുണ്ടാകേണ്ടതിന്റെ? ആത്മവിശ്വാസം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത. അതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കുറെ പറയുക. അതിന് നമുക്ക് എന്തൊക്കെ കോട്ട് ചെയ്യാം? കലാമിന്റെ സ്പീച്ചിൽ ഒരു ബോയിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നില്ലേ അല്ലെ? അവന്റെ പ്രശ്നം എന്താ? കലാമിന്റെ സ്പീച്ചിൽ ഒരു ബോയിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ പ്രശ്നം എന്താ? അവന് കോൺഫിഡൻസിൽ അല്ലെ, കൂട്ടുകാരോട് സംസാരിക്കാനോ അധ്യാപകരോട് സംസാരിക്കുവാനോ ചോദ്യം ചോദിക്കാനോ സംശയം ചോദിക്കാനോ ഒന്നുമുള്ള കോൺഫിഡൻസ് അവനില്ല. അപ്പൊ അവനെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്തത് കലാം? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്പീച്ചിൽ ഉൾപ്പെടുത്താം. കലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്പീച്ചിൽ ഉൾപ്പെടുത്താം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? സ്പീച്ച് നന്നായിട്ട് വായിക്കുക. കലാമിന്റെ സ്പീച്ച് വളരെ വ്യക്തമായി നന്നായിട്ട് എന്ത് ചെയ്യുക. അതെ, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആണ് അവന്റെ പ്രധാന പ്രശ്നം. ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ. ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആണ് അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് മാത്രമല്ല, ഹി കമ്പയർ ഹിംസെൽഫ് വിത്ത് അതേഴ്സ്. സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യും. ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ്, ഇറ്റ്സ് എ ബാഡ് ട്രീറ്റ് അല്ലെ? സോ നമ്മൾ ഒരിക്കലും നമ്മളെ മറ്റൊരാളുമായിട്ട് എന്ത് ചെയ്യരുത്, താരതമ്യം ചെയ്യരുത്. സ്റ്റേജ് ഫിയർ, സ്റ്റേജ് ഫ്ലൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ശരിയാണ്. അതെ, ശരിയാണ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല അല്ലെ? നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? അതാണ് കലാം സ്പീച്ചിന്റെ ഒടുവിൽ പറയുന്നത്. എവ്രിവൺ ഷുഡ് ബി വാട്ട്? പറയൂ. എവ്രിവൺ ഷുഡ് ബി യുണീക്. ഇതാണ് യുണീക്നെസ്. എന്താണത്? അതുല്യത, അതുല്യമായ എന്നൊക്കെ നമ്മൾ അതിനകത്ത് പറയും. അതായത് ഒന്നിനെ പോലെ മറ്റൊന്നുമില്ല എന്ന് പറയുന്ന രീതി. അതാണ്. അപ്പൊ ഞാൻ യുണീക്കാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെ പോലെ വേറൊരാളില്ല, എന്റേതായ രീതിയിൽ ഞാൻ സ്പെഷ്യലാണ് എന്ന് പറയുന്നതാണ് യുണീക്ക്. ഓക്കെ, അത്രേ ഉള്ളൂ. വൺ ഓഫ് എ കൈൻഡ്. ശരിയാണ്, അതൊക്കെ അതിന്റെ കാര്യം. അപ്പൊ ഇത്രയാണ് അത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടന്റ് അല്ലെങ്കിൽ ടോപ്പിക്കില് എഴുതേണ്ടത്. ഇനി അവസാന ഭാഗത്തിലേക്ക് പോവാണ്, കൺക്ലൂഷൻ അല്ലെ? എങ്ങനെ കൺക്ലൂഷൻ എങ്ങനെ എഴുതാം? എങ്ങനെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്? ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ് എന്ന് പറഞ്ഞതാണ് അല്ലെ? എഴുതുക. എങ്ങനെയാണ് എഴുതേണ്ടത്? എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത്? 4 കൺക്ലൂഷൻ. ലെറ്റ് മീ. ബോർഡിൽ എഴുതുന്നത് കാണാമോ? Let me conclude my words. Let me conclude my words. Okay. അപ്പൊ ഇതാണ് സ്പീച്ചിന്റെ നോ. എന്ത് ഒരു നോ എന്നത്? ബ്ലഡ് ആണോ? ആദ്യത്തെ ഭാഗം അല്ലേ ബ്ലഡ് ആയത്? ഇപ്പൊ കാണാമോ മിഥുൻ എസ് നായർ? കാണാമോ മിഥുൻ? ഓക്കെ. ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ്. ഇങ്ങനെ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഓക്കെ, ഇത്രയാണ് ഒരു സ്പീച്ചിന്റെ പ്രത്യേകത. നമ്മൾ ഈ വർഷം ഉറപ്പായും ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ് എന്ത് ചെയ്തത്, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാ? ഇമെയിലും സ്പീച്ചും. ഇതിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞേ. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. നെറ്റ്വർക്ക് പ്രശ്നമാകും. ക്ലിയർ ആയി? ക്ലിയർ ആണ്? ഓക്കെ. എന്തായാലും സംശയം ഞാൻ അവസാനം കുറച്ച് സമയം തരാം. അപ്പൊ
ഇപ്പോ രണ്ട് കാര്യങ്ങൾ, ഇമെയിലും സ്പീച്ചും നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി ഒന്നാമത്തെ യൂണിറ്റിലെ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഒരു ഗ്രാമറിന്റെ കുറച്ച് ഭാഗങ്ങൾ നോക്കാം. അപ്പൊ നമുക്ക് ക്ലാസിന്റെ സമയം കഴിയാറാകും. ഗ്രാമർ പോർഷനുള്ള ഒരു ക്വസ്റ്റ്യനുകൾ നോക്കാം. ഓക്കെ ആണോ? അതോ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറി റിവ്യൂ തന്നെ പറയണോ? ചെറിയൊരു ഗ്രാമർ പോർഷൻ നോക്കണോ, സ്റ്റോറി റിവ്യൂ നോക്കണോ? ഓക്കെ, ഗ്രാമർ. എല്ലാവർക്കും ഗ്രാമർ പോർഷൻ മതി. ഓക്കെ. അപ്പോ ഒന്നാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ പോർഷൻ ആണ് കണ്ടീഷണൽ സെന്റൻസ്. കഴിഞ്ഞ പോലെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? കണ്ടീഷണൽ സെന്റൻസ് പഠിച്ചിട്ടുണ്ടോ? കണ്ടീഷണൽ സെന്റൻസ് നോ, പഠിച്ചിട്ടില്ല. ആരും പഠിച്ചിട്ടില്ലേ? കണ്ടീഷണൽ സെന്റൻസ് ആരും പഠിച്ചിട്ടില്ല. ഒന്നാമത്തെ യൂണിറ്റില് ചോദിക്കുന്ന ഗ്രാമറിലെ പ്രധാനപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് സബ്ജക്റ്റ്, വെർബ് എഗ്രിമെന്റ്, കോൺകോഡ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ കൊഹസി ഡിവൈസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ നമുക്ക് ഓൺലൈനെ വഴി പഠിക്കാൻ കുറച്ച് എളുപ്പത്തിലുള്ള ഒരു ടോപ്പിക് പഠിക്കാം ഇന്ന് ആദ്യം ആയതുകൊണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് മറ്റു ടോപ്പിക്കുകളിലേക്ക് പോകാം. കണ്ടീഷണൽ സെന്റൻസ് എന്താണ്? ഇഫ് ക്ലോസ് എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇഫ് ക്ലോസ് അതായത് കണ്ടീഷണൽ സെന്റൻസ് കൺസിസ്റ്റ് ഓഫ് ടു സെന്റൻസസ്. കണ്ടീഷണൽ സെന്റൻസസ് കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്. ഏതൊക്കെയാണ്? രണ്ട് പാർട്ടുകൾ ചേർന്നതാണ് ഒരു കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കൂ. ഒരു ഇഫ് ക്ലോസ് പ്ലസ് മെയിൻ ക്ലോസ്. ഇതാണ് ആദ്യമായി നമ്മൾ പഠിക്കേണ്ടത്. ഒരു കണ്ടീഷനാണ് പറയുന്നത് അല്ലെ? കണ്ടീഷണൽ സെന്റൻസിൽ എന്താണ് പറയുന്നത്? ഒരു കണ്ടീഷനാണ്, ഒരു വ്യവസ്ഥയാണ് പറയുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ അങ്ങനെയാകാം, ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാകാം എന്ന് പറയുന്നതാണ് കണ്ടീഷണൽ സെന്റൻസ്. ഇഫ് എന്ന പേരിൽ നിങ്ങൾക്ക് ഒരു പോയം തന്നെ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ യൂണിറ്റില് ഇഫ് എന്ന പേരിൽ ഒരു പോയം തന്നെ പഠിക്കാനുണ്ട് അല്ലെ? അപ്പൊ ഇഫ് വരുന്ന സെന്റൻസ്, ഒരു ഇഫ് വരുന്ന ഭാഗവും പിന്നെ ഒരു മെയിൻ ക്ലോസും ഇത് ചേർന്നതാണ്. എന്താണ് ഇഫ് ക്ലോസ്, എന്താണ് മെയിൻ ക്ലോസ് എന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് ഇത്രയാ മനസ്സിലാക്കി വെക്കുക. എ കണ്ടീഷണൽ സെന്റൻസ് consists of two parts, an if clause and a main clause. ഒരു if clauseഉം ഒരു main clauseഉം. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. നിങ്ങൾ ഇത് എഴുതി വെക്കുക. കണ്ടീഷണൽ സെന്റൻസ് എന്ന് ബുക്കിൽ എഴുതി അതിന്റെ താഴെ ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ട് എന്താ ഇഫ് ക്ലോസ് പ്ലസ് മെയിൻ ക്ലോസ്. ഇത്ര എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്തൊക്കെ ചേർന്നതാണ് കണ്ടീഷണൽ സെന്റൻസ്? ഇഫ് ക്ലോസും മെയിൻ ക്ലോസും ചേർന്നതാണ് കണ്ടീഷണൽ സെന്റൻസ്. ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇങ്ങനെ ഒന്ന് എഴുതി വെക്കൂ. ഇനി ഒരു കണ്ടീഷണൽ സെന്റൻസ് എഴുതി അതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. എഴുതി കഴിഞ്ഞോ? യെസ്, ക്ലിയർ ആയിട്ടെ? ബോർഡ് ക്ലീൻ ചെയ്യട്ടെ? ചെയ്യാൻ എഴുതി കഴിഞ്ഞല്ലോ. ഓക്കെ. നിങ്ങൾ ഇത്തരത്തിലുള്ള സെന്റൻസ് വളരെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഞാൻ ഒരു സെന്റൻസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി അതിന്റെ റൂള് കൂടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. മനസ്സിലായില്ലേ? നോക്കൂ, നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്ന ഒരു സെന്റൻസ് ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഒന്നുകൂടി ഇതിന് ഞാൻ വേറെ രീതിയിൽ എഴുതണം, ശ്രദ്ധിക്കണം.
രണ്ടും അർത്ഥങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്, യു വിൽ പാസ് ഇഫ് യു സ്റ്റഡി വെൽ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അർത്ഥത്തില്? മീനിങ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? പിന്നെ എന്താണ് ഇതിലുള്ള ഡിഫറൻസ്? ഈ ആദ്യം വരുന്ന ഇഫ് വരുന്ന ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഈ സെന്റൻസിൽ ഈ ഇഫ് എന്ന് പറയുന്ന ഈ ഒരു സാധനം വരുന്ന ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. അടുത്ത ഭാഗം മെയിൻ ക്ലോസ്. ഇത് ഇഫ് ക്ലോസും ഇത് മെയിൻ ക്ലോസും. ഇത് ഇഫ് ക്ലോസും ഇതുവരെ ഇഫ് യു സ്റ്റഡി വെൽ ഇതുവരെ ഇഫ് ക്ലോസും, അതിനുശേഷം വരുന്ന ഈ ഭാഗം എന്താണ്? മെയിൻ ക്ലോസും. ഓക്കെ ആണോ? ഓക്കെ ആണ്. അതായത് ഈ സെന്റൻസിൽ ഒന്നാമത്തെ സെന്റൻസിൽ ഇഫ് ക്ലോസ് ആദ്യവും മെയിൻ ക്ലോസ് രണ്ടാമതും. ശരിയല്ലേ? രണ്ടാമത്തെ സെന്റൻസിൽ മെയിൻ ക്ലോസ് ആദ്യവും ഇഫ് ക്ലോസ് രണ്ടാമതും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണ്? ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. നിങ്ങളത് ഓർത്ത് വയ്ക്കുക. എന്താണ് ഇവര് തമ്മിലുള്ള വ്യത്യാസം? ഒന്നിലെ ഇഫ് ക്ലോസ് ആദ്യം വന്നിരിക്കുന്നു, രണ്ടാമതില് മെയിൻ ക്ലോസ് ആദ്യം വന്നിരിക്കുന്നു. ശരിയല്ലേ? ഇഫ് ക്ലോസ് ആദ്യം വരികയാണെങ്കിൽ കോമയ്ക്ക് ശേഷം മെയിൻ ക്ലോസ് എഴുതുക. ഓർമ്മിക്കേണ്ട കാര്യമാണ്. ഇഫ് ക്ലോസ് ആണ് ആദ്യം എഴുതുന്നതെങ്കിൽ കോമയ്ക്ക് ശേഷം മെയിൻ ക്ലോസ് എഴുതുക. മെയിൻ ക്ലോസ് ആണ് ആദ്യം എഴുതുന്നതെങ്കിൽ കോമ വേണോ? കോമ വേണോ? വേണ്ട. നോ, കോമ വേണ്ട. കോമ ഇടാതെ തന്നെ എന്ത് ചെയ്യുക? ഇഫ് ക്ലോസ്. ഓക്കെ, ശരിയാണല്ലോ? ക്ലിയർ ആണല്ലോ? ഇതാണ് ആദ്യത്തെ കാര്യം. അതായത് ഇഫ് ക്ലോസ് ആദ്യം വന്നാൽ കോമയ്ക്ക് ശേഷം മെയിൻ ക്ലോസ് എഴുതുക. മെയിൻ ക്ലോസ് ആണ് ആദ്യം എഴുതുന്നെങ്കിൽ കോമ വേണ്ട. കോമ ഇല്ലാതെ തന്നെ നേരിട്ട് എന്ത് ചെയ്യുക? ഇഫ് ക്ലോസ് എഴുതുക. ഒന്നാമത് ഓർത്ത് വയ്ക്കേണ്ട. ഇതൊരു റൂളായിട്ടൊന്നുമല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി നമ്മൾ റൂൾ പഠിക്കാൻ പോവാം. ഈ സെന്റൻസ് വെച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് റൂൾ പറഞ്ഞു തരാൻ പോവാണ്. നമുക്ക് നമ്മുടെ സെന്റൻസ് ഏതാണ്? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് അല്ലേ? ശരിയല്ലേ? അടുത്ത ഞാൻ ഈ സെന്റൻസ് ചെറിയൊരു മാറ്റം വരുത്തി എഴുതുന്നു. നോക്കൂ. ഇഫ് യു സ്റ്റഡീഡ് വെൽ you would pass. Okay, next. If you had studied well, okay, you would have passed. ഈ മൂന്ന് സെന്റൻസ് എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടോ? ഒന്നാമത്തെ സെന്റൻസ് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. രണ്ടാമത്തെ നോക്കൂ. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. മൂന്നാമത്തെ നോക്കിയേ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. ഓക്കെ, 1 2 3. ഇനി ഓരോന്നിന്റെയും പ്രത്യേകത നോക്കാം. ഓരോന്നിന്റെ ഇഫ് ക്ലോസ് നോക്കുക. ബ്ലർഡ് ആണോ? തീരെ കാണാൻ വയ്യ? ബ്ലർഡ് ആണല്ലേ? ഞാൻ പറയുന്നത് കേൾക്കണേ. നോക്കി, നിങ്ങൾ ബുക്കിൽ എഴുതിക്കോ ഈ മൂന്നും. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. If you had studied well, you would have passed. ഇതിന്റെ ഓരോന്നിന്റെയും ഇഫ് ക്ലോസ് നോക്കാം. ഇഫ് ക്ലോസ് നീലാണ് കുറച്ച് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആയിട്ട് കണ്ടുക. നിങ്ങൾക്ക് ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ ക്ലിയർ ആയിട്ട് തോന്നുന്നത്? ഇവിടെ ബ്ലൂ എഴുതിയിട്ടുണ്ട്, ഇവിടെ ബ്ലാക്ക് ഉണ്ട്. ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ ക്ലിയർ ആയിട്ട് തോന്നുന്നത്? ബ്ലാക്ക്. കൂടുതലും ബ്ലാക്ക് ആണ്. നോക്കാം. ഇവിടെ ഇഫ് വരുന്ന ഭാഗം നോക്കാം. ഇഫ് വരുന്ന ഭാഗത്ത് നമ്മൾ എന്തെന്ന് പറയും?
ഇഫ് വരുന്ന ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയും? ഒരു കണ്ടീഷണൽ സെന്റൻസിൽ ഇഫ് വരുന്ന ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയും? പറയൂ. ബ്ലാക്കും ബ്ലൂ ഒക്കെ കളഞ്ഞ് ഇഫ് ക്ലോസ്, ഇഫ് ക്ലോസ്. ഓക്കെ, ഇതിന്റെ ഇഫ് ക്ലോസ് നോക്കാം. ഇഫിൽ തുടങ്ങുന്നു, ഇഫിന് ശേഷം യു എന്ന് പറയുന്ന ആരാണ് യു? സബ്ജക്ട് അല്ലേ? ഇഫിന് ശേഷം യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് വരുന്നത്, ശരിയല്ലേ? സബ്ജക്ട്. സബ്ജക്റ്റിന് ശേഷം സ്റ്റഡി എന്ന് പറയുന്ന വേർബാണ് അല്ലെ? സ്റ്റഡി എന്ന് പറയുന്ന വേർബാണ്. ഈ വേർബ് സ്റ്റഡി ഏത് ഫോമാണ്? പ്രസന്റ് ഫോം ആണോ, പാസ്റ്റ് ഫോം ആണോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണോ, പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണോ, ഏത് ഫോം ആണെന്ന് പറഞ്ഞേ? അതായത് പ്രസന്റ് ഫോം എന്ന് പറഞ്ഞാൽ B1, പാസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ B2, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ B3, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ING ഫോം. ഇതിലേത് ഫോമാണ്? V1 ആണ്, പ്രസന്റ് ഫോം ആണ് അല്ലെ? V1 ഫോം ആണ് അല്ലെങ്കിൽ പ്രസന്റ് ഫോം ആണ്. അതായത് സ്റ്റഡി ഏത് ഫോമാണ്? V1 ഫോം ആണ്. സബ്ജക്റ്റിന് ശേഷം P1 ഫോം. സബ്ജക്റ്റും വെർബും മാത്രം തൽക്കാലം നോക്കാം, ബാക്കിയുള്ള നമ്മള് ഓക്കെ. അപ്പൊ ഇഫ് യു സ്റ്റഡി വല്ലെന്നാണ് ആദ്യം വന്നിരിക്കുന്നത് അല്ലെ? അതായത് ഇഫിന് ശേഷം സബ്ജക്ട് പ്ലസ് V1 ഫോം, സബ്ജക്ട് പ്ലസ് പ്രസന്റ് ഫോം ഓഫ് ദി വെർബ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആണോ? യെസ്. അടുത്ത രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ. ഇഫിന് ശേഷം സബ്ജക്ട് അതുപോലെ ഉണ്ട് അല്ലെ? യു ആണ് ഇവിടുത്തെ സബ്ജക്ട്. സബ്ജക്ട് അതുപോലെ ഉണ്ട്. സബ്ജക്റ്റിന് ശേഷം വെർബ് സ്റ്റഡീഡ് ആണ് അല്ലെ? ആരാണ്? സ്റ്റഡീഡ് ആണ്. സ്റ്റഡീഡ് V1 ഫോം ആണോ, V2 ഫോം ആണോ, V3 ഫോം ആണോ? V2 ഫോം. ഇവിടെ ഏത് ഫോമാണ്? V2 ഫോം ആണ്. ഏത് ഫോമാണ്? V2 ഫോം ആണ്, അല്ലെങ്കിൽ പാസ്റ്റ് ഫോം ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് വെർബ്, അല്ലെങ്കിൽ ഇഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് V2 ഫോം ഓഫ് വെർബ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? യെസ്. മൂന്നാമത്തെ സെന്റൻസ് നോക്കിയേ, തേർഡ് വൺ. ഇഫ് ഉണ്ട്, ഇഫിന് ശേഷം യു എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട്. അടുത്തെന്താ വന്നിരിക്കുന്നത്? ഹാഡ് പ്ലസ് V3 ആണ് അല്ലെ? ഏത് ഫോമാണ്? ഹാഡ് പ്ലസ് V3 ആണ്. കഴിഞ്ഞാൽ നമ്മുടെ ടെൻസ് പഠിച്ചിട്ടുണ്ട്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അല്ലെ? ഏത് ഫോമാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഏത് ഫോമാണ്? പാസ്റ്റ് പെർഫെക്റ്റ്. അതായത് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ്. ഏത് വെർബാണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് വെച്ചാൽ V3 ഫോം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? V3 ഫോം. ഓക്കെ, അതായത് ഈ ടെൻസ് ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ? പാസ്റ്റ് പെർഫെക്റ്റ്. അതായത് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3, ഹാഡ് പ്ലസ് V3. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ സെന്റൻസ് ഇഫ് ക്ലോസ് പ്രസന്റ് സിമ്പിൾ ആണ് അല്ലേ? ഒന്നാമത്തെ സെന്റൻസ് ഇഫ് ക്ലോസ് പ്രസന്റ് സിമ്പിൾ ആണ്. രണ്ടാമത്തേതില് ഇഫ് ക്ലോസ് പാസ്റ്റ് സിമ്പിൾ ആണ്. മൂന്നാമത്തേതില് ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ക്ലിയർ ആണോ? ഒന്നാമത്തേതില് സബ്ജക്ട് പ്രസന്റ് സിമ്പിൾ ആണ് അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണ്. രണ്ടാമത്തേതില് ഇഫ് ക്ലോസ് എന്താണ്? പാസ്റ്റ് സിമ്പിൾ ആണ്. മൂന്നാമത്തേതിലോ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇപ്പൊ മൂന്ന് ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസ് എങ്ങനെ വരും നോക്കാം. ഇഫ് ക്ലോസ് പ്രസന്റ് സിമ്പിൾ ആയാൽ, ഇഫ് ക്ലോസ് പ്രസന്റ് സിമ്പിൾ ആയാൽ അതിന്റെ മെയിൻ ക്ലോസ് എങ്ങനെ വരും? ആദ്യം സബ്ജക്ട്, അതിനുശേഷം വിൽ. ഏതാണ്? വിൽ. അതിനുശേഷം ബാക്കി വരുന്ന ഓക്കെ. വില്ലിന് ശേഷം ബാക്കി എന്താണ്? വെർബ്. വെർബിന്റെ ഏത് ഫോം? V1 ഫോം. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. ശരിയല്ലേ? ക്ലിയർ അല്ലേ? സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. അടുത്ത രണ്ടാമത്തെ സെന്റൻസിലെ ഇഫ് ക്ലോസ് പാസ്റ്റ് സിമ്പിൾ ആകുമ്പോൾ അതിന്റെ മെയിൻ ക്ലോസ് എങ്ങനെയാവും? സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1. ഓക്കെ, സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1. അടുത്ത മൂന്നാമത്തേല് ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ അതിന്റെ മെയിൻ ക്ലോസ് എന്താവും? സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3.
മൂന്നാമത്തത് ഓക്കെ ആണോ? മൂന്നാമത്തത് ക്ലിയർ ആണോ? മൂന്നാമത് പറഞ്ഞത് ക്ലിയർ ആണോ? ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ അതിന്റെ മെയിൻ ക്ലോസ് സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് അല്ലെങ്കിൽ വുഡ് ഹാവ് പ്ലസ് ഏത് ഫോമാണ്, വെർബിന്റെ ഏത് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇവിടെ രണ്ടിടവും V1 ആണ്, പക്ഷെ മൂന്നാമത്തതില് V3 ഫോമാണ്. ഓക്കെ, മൂന്നാമത്തതില് V3 ഫോമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ ആണല്ലോ? ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്കിനി റൂള് ക്രിയേറ്റ് ചെയ്യാം, കോമൺ ആയിട്ടുള്ള റൂള് ക്രിയേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ ഇപ്പൊ എഴുതിയെടുക്കണമെന്നില്ല, റൂൾ എഴുതിയതിനു ശേഷം എഴുതിയെടുത്താലും മതി. റൂൾ എഴുതിയതിനു ശേഷം ഈ 3 എക്സാമ്പിൾ എഴുതിയാലും മതി. എന്ത് വേണം? റൂൾ എഴുതിയതിനു ശേഷം പോരെ, അത് ഇപ്പൊ എഴുതണോ? എന്താണ് ഞാൻ റൂൾ എഴുതാം. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യം ഒന്ന് റീവൈൻഡ് ചെയ്യൂ. സെക്കൻഡ് V2 ഫോമാണ്. രണ്ടാമത്തത് V2 ഫോമാണ്. ഇവിടെ V1 ആണ്. ഇവിടെ മാത്രമല്ല, വുഡിന് ശേഷം V1. ഇവിടെ V2 എഴുതികളായിരുന്നു മെയിൻ ക്ലോസിൽ, ഇവിടെ മാത്രം V2. മെയിൻ ക്ലോസിൽ V1 തന്നെയാണ്. ഫസ്റ്റിലും സെക്കൻഡിലും V1 ആണ്, തേർഡില് V3. റൂൾ എഴുതാലോ? രണ്ട് കോളാക്കി തിരിച്ചെഴുതുക. ബുക്കിൽ എഴുതി തുടങ്ങി പോണേ. ആദ്യത്തെ കോളം ഇഫ് ക്ലോസ്, അതിന്റെ അടുത്ത ഇതില് മെയിൻ ക്ലോസ്. ഇഫ് ക്ലോസ്, മെയിൻ ക്ലോസ്. ഞാൻ രണ്ട് കോളാക്കുക. രണ്ട് കോളമാക്കിയതിനു ശേഷം ഒന്നാമത്തെ റൂളാണ് ഇഫ് ക്ലോസ് എന്തായാൽ, പ്രസന്റ് സിമ്പിൾ ആയാൽ. ഇഫ് ക്ലോസ് പ്രസന്റ് സിമ്പിൾ, അതായത് പ്രസന്റ് സിമ്പിൾ എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് V1. ഓക്കെ അല്ലേ? സബ്ജക്ട് പ്ലസ് V1 ആയാൽ അതിന്റെ മെയിൻ ക്ലോസ് എങ്ങനെ എഴുതും? സബ്ജക്ട് പ്ലസ് വിൽ ഓർ, വിൽ മാത്രമല്ല, നമ്മൾ വിൽ മാത്രം ഉപയോഗിച്ചാണ് എക്സാമ്പിൾ എഴുതിയതെങ്കിലും will or shall or can or may plus V1. സർ വേറെ മാർക്ക് എടുത്ത് ക്ലിയർ ഇല്ല. കറക്റ്റെല്ലാം പ്രശ്നമാണ് കേട്ടോ. നോക്കൂ, ഇഫ് ക്ലോസ് പ്രസന്റ് സിമ്പിൾ ആയാൽ, അതായത് സബ്ജക്ട് പ്ലസ് V1 ആയാൽ അതിന്റെ മെയിൻ ക്ലോസ് സബ്ജക്ട് പ്ലസ് will or shall or can or may plus V1 plus balance. ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. ഓക്കെ, അടുത്ത് രണ്ട്, ഇഫ് ക്ലോസ് പാസ്റ്റ് സിമ്പിൾ ആയാൽ, ഇഫ് ക്ലോസ് പാസ്റ്റ് സിമ്പിൾ ആയാൽ, അതായത് സബ്ജക്ട് പ്ലസ് V2 ആയാൽ അതിന്റെ മെയിൻ ക്ലോസ് എങ്ങനെ എഴുതും? സബ്ജക്ട് പ്ലസ് വില്ലിന് പകരം വുഡ്, ഷോളിന് പകരം ഷുഡ്, ക്യാനിന് പകരം കുഡ്, മേയ്ക്ക് പകരം മൈറ്റ്. വുഡോ ഷുഡോ കുഡോ മൈറ്റ് പ്ലസ് V1 ആണ്. ഓർക്കുക, V2 എഴുതി വെക്കരുത്. ഇവിടെ V2 ആയതുകൊണ്ട് മെയിൻ ക്ലോസിൽ V2 എഴുതി വെച്ചുകളായത്. മെയിൻ ക്ലോസില് സബ്ജക്റ്റിന് ശേഷം വുഡ്, ഷുഡ്, കുഡ്, മൈറ്റിന് ശേഷം V1. നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള റൂളാണ്. മൊഡൽ ഓക്സിലറീസിന് ശേഷം, മൊഡൽ ഓക്സിലറീസ് ഏതൊക്കെയാ? വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ്, ദെയർ, ഓട്ട് ടു, യൂസ്ഡ് ടു. മൊഡൽ ഓക്സിലറീസിന് ശേഷം എന്ത് എഴുതാൻ പാടുള്ളൂ? V1 ഫോമേ എഴുതാൻ പാടുള്ളൂ. V1 പ്ലസ് ബാലൻസ് ഉണ്ടെങ്കിൽ അത്. സെക്കൻഡ് റൂൾ. തേർഡ് റൂൾ, മൂന്നാമത്തതിൽ ഇഫ് ക്ലോസ് എന്താണ് പറഞ്ഞേ? മൂന്നാമത്തതിൽ ഇഫ് ക്ലോസ് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അല്ലെ? പാസ്റ്റ് പെർഫെക്റ്റ്, അതായത് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് ഇഫ് ക്ലോസ്. അതിന്റെ മെയിൻ ക്ലോസ് എങ്ങനെ വരും? സബ്ജക്ട് പ്ലസ് ഇതേപോലെ വരും
would or should or could or might plus have plus V3 form plus balance. അതായത് സബ്ജക്റ്റിന് ശേഷം would, should, could, might അതിനുശേഷം have, അതായത് would have, should have, could have, might have. അതിനുശേഷം ഏത് ഫോം? പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് വെർബ്. ഏതാണ്? പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം അല്ലെങ്കിൽ V3 ഫോം പ്ലസ് ബാലൻസ്. ഇതാണ് ഒന്നാമത്തെ യൂണിറ്റിലെ പ്രധാന ടോപ്പിക്കായ കണ്ടീഷണൽ സെന്റൻസിലെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും 1 മാർക്കിനാണ് ചോദിക്കുന്നത്. 1 മാർക്കിന് ചോദിക്കുന്ന കണ്ടീഷണൽ സെന്റൻസിലെ 3 റൂൾ, ഏറ്റവും പ്രധാനപ്പെട്ട 3 റൂൾ. ഓക്കെ, ഇതിന് 3നും ഓരോ പേരുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ, ഇത് നമ്മൾ എന്താ പറയും? ഫസ്റ്റ് കണ്ടീഷൻ. ഇത് സെക്കൻഡ് കണ്ടീഷൻ, ഇത് തേർഡ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ വേറൊരു പേര് കൂടിയുണ്ട്. എന്താണെന്ന് അറിയാമോ? പ്രോബബിൾ കണ്ടീഷൻ. ഏതാണ്? പ്രോബബിൾ കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ ഒരു പേരുണ്ട് ഇംപ്രോബബിൾ കണ്ടീഷൻ. ഇംപ്രോബബിൾ കണ്ടീഷൻ. തേർഡ് കണ്ടീഷൻ ഒരു പേരുണ്ട് ഇംപോസിബിൾ കണ്ടീഷൻ. അത് 3 കൂടെ ഓർത്തിരിക്കാം. നിങ്ങൾ തൽക്കാലം ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ എന്നുള്ള രീതിയിൽ ഈ ടേബിൾ ഒന്ന് ബുക്കിലേക്ക് ഇപ്പൊ തന്നെ എഴുതി വയ്ക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഓർത്തെടുത്ത് അതുകൂടി എഴുതുക. എഴുതാമോ? സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തന്നെ പറയാം.